ജെൻസികൾ വിശപ്പെടുക്കാൻ വേണ്ടി മാത്രമല്ല റീൽസ് എടുക്കാൻ കൂടി വേണ്ടിയാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ മനോഹരവും ഒപ്പം രുചിയുമുള്ള വിഭവങ്ങളാണ് ഇവർ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കൊറിയൻ, ജാപ്പനീസ് വിഭവങ്ങളാണ് ഇപ്പോൾ ജെൻസികളുടെ ട്രെൻഡ്. പ്രമുഖ ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളായ സ്വിഗ്ഗി, സൊമാറ്റോ എന്നിവയുടെ 2025-26 വാർഷിക റിപ്പോർട്ടുകളും മിൻഡൽ പോലുള്ള ആഗോള റിസർച്ച് ഏജൻസികളുടെ പഠനങ്ങളും നോക്കിയാൽ ജെൻസി പിള്ളേർക്കിടയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ദോശയും പുട്ടുമൊന്നുമില്ല. കൊറിയൻ ഡ്രാമകളുടെയും K-പോപ്പിന്റെയും തരംഗത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വിഭവമായി കൊറിയൻ റാമൻ മാറിയിട്ടുണ്ട്. സ്വിഗ്ഗിയുടെ 2025 റിപ്പോർട്ട് പ്രകാരം കൊറിയൻ വിഭവങ്ങളുടെ ഓർഡറുകളിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 50% വർധനവാണ് ഉണ്ടായത്. ഇതിൽ 27% ജെൻസി ഉപഭോക്താക്കളാണ്. എരിവുള്ള രുചിയും എളുപ്പത്തിൽ തയ്യാറാക്കാം എന്നതുമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. കിംചി, കിംബാപ്പ് തുടങ്ങിയ വിഭവങ്ങളും ഇവരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുണ്ട്. ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ് വിപണിയിൽ ഇപ്പോൾ സമൂസയേക്കാൾ ഡിമാൻഡ് മോമോസിനാണ്. ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളുടെ കണക്കനുസരിച്ച് ബിരിയാണിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യപ്പെടുന്ന ഭക്ഷണം മോമോസ് ആണ്. അതും സാധാരണ സ്റ്റീംഡ് മോമോസിനേക്കാൾ കുർക്കുറെ മോമോസ്, തന്തൂരി മോമോസ് തുടങ്ങിയ ഫ്യൂഷൻ പരീക്ഷണങ്ങളോടാണ് ഇവർക്ക് പ്രിയം. കുറഞ്ഞ ചെലവിൽ വയറും മനസ്സും നിറയുമെന്നതാണ് മോമോസിനെ പ്രിയപ്പെട്ടതാക്കുന്നത്. ഒരു കാലത്ത് പ്രീമിയം ഹോട്ടലുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ജാപ്പനീസ് വിഭവമായ സുഷി ഇപ്പോൾ മെട്രോ നഗരങ്ങളിലെ ട്രെൻഡാണ്. സുഷി കഴിക്കുന്നതും അതിന്റെ ചിത്രം പങ്കുവെക്കുന്നതും ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റായി മാറി. ആരോഗ്യകരമായ ഭക്ഷണം എന്ന നിലയിലും ഇതിന് വലിയ സ്വീകാര്യതയുണ്ട്. ഡൈനർ ഗുരുവിന്റെ റിപ്പോർട്ട് പ്രകാരം ഹെൽത്തി ഡൈനിങ് ഓപ്ഷനുകൾ തേടുന്നവരിൽ ഭൂരിഭാഗവും സോഷ്യൽ മീഡിയയിലെ നിർദ്ദേശങ്ങൾ നോക്കിയാണ് സുഷി പോലുള്ള വിഭവങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. സാധാരണ ഫ്രഞ്ച് ഫ്രൈസിന്റെ കാലവും കഴിഞ്ഞു. ജെൻസിക്ക് ഇപ്പോൾ പെരി പെരി മസാല തൂകിയ സ്പൈസി ഫ്രൈസ് ആണ് പ്രിയം. ആരോഗ്യത്തെക്കാൾ 4 മടങ്ങ് കൂടുതൽ പ്രാധാന്യം ഈ തലമുറ രുചിക്ക് നൽകുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതിനാൽ തന്നെ ചീസി ബർഗറുകളും നാവിൽ വെള്ളമൂറുന്ന സ്പൈസി ഫ്രൈസും ഇവരുടെ പ്രിയപ്പെട്ട കോംബോ ആയി തുടരുന്നുണ്ട്. സാധാരണ ചായയോ കോഫിയോ കുടിക്കുന്ന ശീലം ഈ പിള്ളേർക്കില്ല. അവർക്ക് വേണ്ടത് ബോബ ടീ ആണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇതിനായുള്ള തിരച്ചിൽ ഓൺലൈനിൽ 11 മടങ്ങാണ് വർദ്ധിച്ചത്. ചായയിലെ ടപ്പിയോക്ക ബോൾസ് നൽകുന്ന വ്യത്യസ്തമായ അനുഭവമാണ് ഇതിന്റെ പ്രധാന ആകർഷണം. മാച്ച ചായയ്ക്കും ഇവർക്കിടയിൽ വലിയ ഡിമാൻഡാണ്. ജെൻസി തലമുറയുടെ ഭക്ഷണ രീതിയിൽ കൗതുകകരമായ പല മാറ്റങ്ങളും വിപണി പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കൃത്യസമയത്ത് വയറു നിറയെ ആഹാരം കഴിക്കുന്ന പഴയ ശീലം വിട്ട് വിശക്കുമ്പോഴൊക്കെ ലഘുഭക്ഷണങ്ങൾ കഴിക്കാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. എരിവുള്ള വിഭവങ്ങൾ ആഘോഷമാക്കുമ്പോഴും സസ്യാഹാരത്തോടും ആരോഗ്യകരമായ പാനീയങ്ങളോടും ഇവർക്ക് പ്രത്യേക പ്രിയമുണ്ട്. രുചിക്ക് മാത്രമല്ല ഇവർ പ്രാധാന്യം നൽകുന്നത്. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാക്കിംഗ് പ്രകൃതിക്ക് ദോഷകരമാണോ എന്ന് 4-ൽ 1 എന്ന കണക്കിന് ഈ തലമുറ ശ്രദ്ധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പാരമ്പര്യത്തെക്കാൾ പുതിയ രുചികളെയും പരീക്ഷണങ്ങളെയും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരു തലമുറയാണ് ഈ ജെൻസി എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത്.